സുഖിപ്പിക്കൽ വിചാരധാര വിരുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന RSSകാർ അടക്കമാണ്. പാർട്ടിക്കാർക്കും നാട്ടുകാർക്കും മൊത്തം അറിയാവുന്ന കാര്യം. മുഖാമുഖം ചോദിച്ചാൽ ആ മെതിയടിയിട്ട മാധവൻ തമ്പി കണക്കെ അധ്യക്ഷൻ രോഷം കൊണ്ടങ്ങ് വിറക്കലാണ്. ഹാലടക്കം വീട്ടിലെ ജോലിക്കാരെന്ന മട്ടിലാണ്. നീ അവിടെ നിൽക്ക് എന്നൊക്കെയാണ് വായിൽ തോന്നിയ പറച്ചിൽ. ഈ ജനാധിപത്യ കേരളത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് രാഷ്ട്രീയമാണെങ്കിൽ അത് കേൾക്കാം. അല്ലാതെ ആയിരക്കണക്കിന് കോടികളുടെ ആസ്തി അഹങ്കാരത്തിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ മുതലാളിയുടെ ദന്തഗോപുര രാഷ്ട്രമാണെങ്കിൽ വിരട്ട് നാലായി മടക്കണം. സാറേ രാജാവേ രാജീവ് ചന്ദ്രശേഖര പോയി പണി നോക്ക്. എൻ്റെ പൊന്നെ, മറുപടി എന്ന് പറഞ്ഞാൽ ഇതും അടുത്ത കിട്ടുന്ന മറുപടി തന്നെയാണ്. രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് BJPയുടെ അധ്യക്ഷനാണ് ഈ പറയുന്നതെങ്കിൽ അംഗീകരിക്കാം. ഇനി അതല്ല, പണത്തിൻ്റെ ഹുങ്ക് കൊണ്ട് കാണിക്കുന്ന തോന്നിവാസമാണെന്നുണ്ടെങ്കിൽ അംഗീകരിക്കാൻ പറ്റില്ല. രാജാവേ രാജീവ് ചന്ദ്രശേഖര എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഹാഷ്മി ഈ വാർത്ത അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംവാദം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മറുപടി കൊടുത്തതിൽ രാജീവ് ചന്ദ്രശേഖരൻ ഇനി പറയാനൊന്നും കാണില്ല. കാരണം മറ്റുള്ള പാർട്ടിയുടെ മേലേക്ക് ഇത് അടിച്ചങ്ങോട്ട് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ വെള്ളപൂശാനായിട്ട് ഇറങ്ങിയതാണ്.